നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പക്ഷേ എന്താ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചർച്ച ചെയ്തത് മാർക്ക് റൂബിയുടെ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ മാർക്ക് റൂബി വന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ആഗമനോദ്ദേശം? നമ്മൾ ഈ വിഷയം നമ്മൾ തന്നെ ചർച്ച ചെയ്തു. നമ്മൾ ചർച്ച ചെയ്തു, പിന്നെ ഒരു ഗസ്റ്റുമായിട്ട് ചർച്ച ചെയ്തു. അപ്പം നമുക്കതിനകത്തുനിന്ന് കിട്ടിയത് രണ്ട് ഇതാണ്. ഒന്ന്, ഈ FCRAയിൽ, കാരണം ഈ ഇദ്ദേഹം ഈ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയാണ്, US സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശരിക്കും വിദേശകാര്യങ്ങൾ നോക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം നേരെ ഡൽഹിയിൽ, അതായത് ക്വാഡ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു സമ്മേളനം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ഇദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഡൽഹിയിൽ വരുന്നതിന് പകരം നേരെ കൊൽക്കട്ടയ്ക്ക് വന്നിട്ട് കൊൽക്കട്ടയിൽ അദ്ദേഹം ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി, നമ്മുടെ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൗസ് ആണ് സന്ദർശിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ശ്രീല ചോദിച്ചതുപോലെ. അപ്പോൾ അത് ഈ FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് അമെൻമെൻറ്റ്, അതിൽ ഇന്ത്യ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക, അത് ഇവർ ഒരു പരാതി കൊടുത്തിരുന്നു. അമേരിക്കയിൽ ഉൾപ്പെടെ ഇവർ പരാതി കൊടുത്തിരുന്നു. അമേരിക്കയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, മോദി അത് വകവെച്ചില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിഷയങ്ങൾ, ഈ ഇന്ത്യയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഇതിനകത്ത് മറ്റൊരു ഗൂഢലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു വൃത്തികെട്ട ലക്ഷ്യം. അത് മറ്റൊന്നുമല്ല, ഈ നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ഒരു കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ് ഈ മദർ തെരേസയുടെ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി. കത്തോലിക്ക സഭ ലോകമെങ്ങും ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്കറിയാം ജോൺ പോൾ മാർപ്പാപ്പ എന്തിനാണ് മാപ്പ് പറഞ്ഞത് എന്ന് നമുക്കറിയാം, അല്ലേ? ഈ സഭയിലെ പുരോഹിതന്മാരെന്നവരെ പറയാൻ കൊള്ളില്ല, ഈ വികാരിയച്ചന്മാർ, അതുപോലെ തന്നെ മറ്റു പല ജീവനക്കാർ, അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം, അറിയാലോ? പ്രേക്ഷിത പ്രവർത്തനം, അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറയാം. അതായത് ബൈബിൾ പ്രചരിപ്പിക്കുക, കത്തോലിക്ക സഭയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ക്രിസ്തുവിൻ്റെ ജീവിതം പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് ഈ അവരുടെ ജോലി. ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആൾക്കാർ വലിയ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി ചൂഷണം ചെയ്തു. അത് എടുത്തു പറയണം, വെറുതെ ചൂഷണം ചെയ്തതല്ല, ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി. ഇത് ഒരുപാട് കുട്ടികളെ, അതാണ് ഏറ്റവും ദയനീയം, ഒരുപാട് കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വലിയ രീതിയിൽ ഇവർ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കി. അത് ആ വിഷയത്തിലാണ് പോപ്പ് മാപ്പ് പറയേണ്ടി വന്നത്. എന്ന് മാത്രമല്ല, അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു വിഷയം, ന്യൂയോർക്കിലെ അതിരൂപത, അവിടുത്തെ കാത്തലിക് ചർച്ച് വരുന്ന ഒരു സംവിധാനത്തിലെ അതിരൂപത, അവർക്ക് അവിടെ മാത്രം ഏതാണ്ട് $80 കോടി ആവശ്യമുണ്ട് നഷ്ടപരിഹാരം, ഈ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ. അപ്പോൾ ഇതിന് പണം അവർക്ക് കണ്ടെത്താൻ, അതായത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ 6700 കോടി രൂപ വേണം. അപ്പോൾ അതിന് പണം കണ്ടെത്താൻ കഴിയാതെ അവർ അതിരൂപത ആസ്ഥാനം വിറ്റു എന്നാണ് പറയുന്നത്. ഈ അമേരിക്കയിൽ ന്യൂയോർക്കിലടക്കം പല പള്ളികളും വിൽപ്പനയ്ക്ക് വെച്ചു. എനിക്ക് തോന്നുന്നു അതായിരിക്കും കേട്ടോ. അല്ല, അത് നമ്മുടെ ഈ ഇന്റർനാഷണൽ അയ്യപ്പ ക്ഷേത്രം അതുപോലെ തന്നെ വാങ്ങിച്ചതാണ്. അയ്യപ്പ ക്ഷേത്രം മാത്രമല്ല, നമ്മുടെ ഹരേ കൃഷ്ണ, ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ, ഇസ്കോൺകാർ അവിടെ പള്ളി വാങ്ങിയിട്ട് അത് കൺവെർട്ട് ചെയ്ത് ഒരു ആരാധനാലയമാക്കി. അത് ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കേട്ടോ. അമേരിക്കയിലെ അയ്യപ്പ ക്ഷേത്രമായിട്ടുണ്ട്. അല്ല, അത് ആര്യ സമാജം ഇവരുടെ പള്ളി വാങ്ങിയിട്ട് അവിടെ ഗുരുകുലം നടത്തുന്നുണ്ട്. ഇങ്ങനെ അത് അമേരിക്കയിൽ പല സ്ഥലത്തും ഈ പള്ളികൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം പറയുന്നത് വിശ്വാസികളില്ല, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന. ഇവിടെ ഇപ്പോൾ നമ്മൾ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകും ആൾക്കാർ, അല്ലേ? കുർബാന കൊള്ളും. പിന്നെ അതുപോലെ തന്നെ കുർബാന കൊള്ളുന്ന മാത്രമല്ല, ഈ പിന്നെ കുമ്പസരിക്കും,
ഈ കുർബാനയും കുമ്പസാരവും ഇല്ലെങ്കിൽ ഒരാൾ സത്യക്രിസ്ത്യാനിയാകില്ല. അതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവിടെ ഇതൊന്നും ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാകുന്നില്ല. അവർക്ക് സഭ വേണ്ട, അവർക്ക് പള്ളി വേണ്ട. അതേസമയം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ സഭകൾക്കാണ്. ഈ നമ്മുടെ ഈ പറയുന്ന കാത്തലിക് ചർച്ചിനോ അല്ലെങ്കിൽ അങ്ങനത്തെ സഭകൾക്ക് അവിടെ വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പൂർവ്വകാലം മാത്രമല്ല ഇപ്പൊ പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ അമൃതാനന്ദമയി മഠത്തിന്റെ ഒക്കെ ഡിവോട്ടീസ് ആയിട്ട് വരുന്നത് ധാരാളം പേര് വരുന്നുണ്ട്. രവിശങ്കർ, ചിന്മയ മിഷൻ, ശ്രീ രവിശങ്കർ ഇവർക്കൊക്കെ അമേരിക്കയിൽ നല്ല ഡിവോട്ടീസ് ഉണ്ട്. അപ്പോൾ അതേസമയം ഇവർക്ക് വലിയ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്ന ആൾക്കാർ കുറേ പേരെ ഈ ഇവാഞ്ചലിക്കൽ സഭകൾ പോകുന്നു, കുറേ പേര് ഇങ്ങനെ ഒരു ഹിന്ദു വേ ഓഫ് ലൈഫ് സനാതന ധർമ്മത്തിന്റെ മാർഗത്തിൽ പോകുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർ വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ അവിടെ ഇപ്പോൾ ഈ ന്യൂയോർക്ക് അതിരൂപത ആസ്ഥാനം വിറ്റു എന്നാണ് പറയുന്നത്. ഏതാണ്ട് $10 കോടി അത് വിറ്റു എന്നാണ് പറയുന്നത്. പക്ഷെ $80 കോടി മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യ ഘട്ടത്തിൽ ഏതാണ്ട് $60 കോടി നഷ്ടപരിഹാരം കൊടുക്കണം, ബാക്കി അടുത്ത ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ. ഇങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് അവരൊരു ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആ ഡേറ്റിൽ ഈ പണം കൊടുത്ത് തീർക്കണം. അതിനിപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല. അപ്പം മാർക്ക് റൂബിയോ ഇന്ത്യയിൽ വന്ന് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയെ കണ്ടത് ഇവിടുന്ന് പണം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം. നമുക്കറിയാം ഇവിടെയുള്ള ഈ സഭകളുടെ എല്ലാം സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? പോപ്പിനാണ്. ഈ ഇവിടെ കാനോൻ നിയമം അനുസരിച്ച് പോപ്പിനാണ്. അപ്പോൾ പോപ്പാണ് അവസാന വാക്ക്. അപ്പോൾ അതുകൊണ്ട് 1300ഓളം കേസുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ ലൈംഗിക ചൂഷണ കേസ് 1300ഓളം കേസുകൾ അമേരിക്കയിൽ മാത്രമുണ്ട്. ഞാൻ പറഞ്ഞ ഈ കണക്ക് ചുരുക്കം പറഞ്ഞ ഫ്രാങ്കോയെ ശിക്ഷിക്കാത്തതുകൊണ്ടല്ലേ ഫ്രാങ്കോയുടെ കാശും കൊടുക്കേണ്ടി വന്നു. ഫ്രാങ്കോയുടെ കാശും കൊടുക്കേണ്ടി വന്നേനെ. അല്ല, ഫ്രാങ്കോയുടെ കാര്യത്തിലും ഫ്രാങ്കോയെ പോലെയുള്ള ഒരുപാട് പേര് ഇതുപോലെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ത്യയിൽ. അതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് മാർക്ക് റൂബിയോയുടെ വരവിന്റെ പുറകിൽ ഇങ്ങനെ ഒരു വിഷയം, അതായത് അമേരിക്കയിൽ നിന്ന് ധാരാളം പണം ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പണം ഉപയോഗിച്ച് ഇവരിവിടെ സേവന പ്രവർത്തനം നടത്തി എന്ന് പറയുന്നതിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതെന്താണെന്നും കൂടി ഞാൻ പറയാം. അതായത് വന്ന പണത്തിന്റെ ഏതാണ്ട് 7% മാത്രമേ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളൂ. അതിന്റെ കണക്കുകൾ, അതിൻ്റെ ഒരു കണക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് തന്നതാണ്. ആ കണക്കനുസരിച്ച് നമ്മൾ ഞെട്ടിപ്പോവും. വന്നിരിക്കുന്ന തുകയും ഇതുമൊക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്ന് വെച്ചാൽ വലിയ തുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ തുക ഈ എന്താ പറയുക, ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു ഒരു തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ FCRA ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കുന്നത്. കാരണം ഇവർക്ക് 30% ഇനിയും എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞാൽ 50% ഇതിന്റെ ചെലവ്, വരവ് കണക്കുകൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, കെട്ടിടങ്ങൾ വാങ്ങാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ അത് പറ്റില്ല. 20%, 30% എങ്ങാണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവരെ വിരൽ പിടിപ്പിക്കുന്നത്. ഈ വികാരികൾക്ക് ബെൻസ് വാങ്ങിക്കാൻ പറ്റില്ല, ബെൻസിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 7% വന്ന തുകയുടെ, അതായത് ഇത് വരുന്ന പണത്തിന് ഒരു ഓഡിറ്റ് ഇല്ല. ഇത് 1991 കണക്കനുസരിച്ച് വന്ന പണത്തിന്റെ 7% അവർ ചാരിറ്റിക്ക് വിനിയോഗിച്ചിട്ടുള്ളൂ. ബാക്കി പണം എവിടെ പോയി? അതായത് അവർ ചെലവഴിച്ചിരിക്കുന്നത് $2.6 മില്യൺ ചെലവഴിച്ചിരിക്കുന്നത്. ബാക്കി പണം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യമാണ്. അതായത് നമ്മുടെ ഈ പറയുന്നത് പോലെ ഈ ബാക്കി പണം അവർ വത്തിക്കാൻ ബാങ്കിൽ റെമിറ്റ് ചെയ്തു, നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശം വത്തിക്കാനിലെ പോപ്പിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇത് 1 വർഷത്തെ കണക്കാണ് കേട്ടോ, 1 വർഷത്തെ കണക്കാണ്. ഇതുപോലെ ഓരോ വർഷവും വരികയാണ്. കഴിഞ്ഞ 60-ലധികം വർഷമായിട്ട് ഈ സഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇവർക്ക് 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തനമുണ്ട്. ഇവർക്ക് 700-ഓളം ഇവരുടെ ഈ പറയുന്ന ആസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സഭാഗൃഹങ്ങളുണ്ട്. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച ഒരു പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. അപ്പോൾ ഈ വെറും ഒരു വർഷം ശരാശരി
ചാരിറ്റിക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് വന്ന പണത്തിൻ്റെ 7% മാത്രം വിനിയോഗിക്കുകയും ബാക്കി വത്തിക്കാനിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ വത്തിക്കാനിൽ നിക്ഷേപിച്ച പണത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ മാർക്ക് റൂബിയോയുടെ സന്ദർശനത്തെ ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഈ പണം വത്തിക്കാനിൽ ഇവർ റിമിറ്റ് ചെയ്തിരിക്കുന്ന പണം, ബാങ്കിലിട്ടിരിക്കുന്ന പണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കണം. ഏതാ ഈ പറഞ്ഞതുപോലെ ഈ കേസ് അവസാനിപ്പിച്ച് നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. ആ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ തുക ആവശ്യമുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന പണത്തിൽ നിന്ന് ഒരു ഓഹരി അല്ലെങ്കിൽ ആ പണം സമ്പൂർണ്ണമായിട്ടും കൊടുക്കണം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് മാർക്ക് റൂബിയോ ഇവരെ കണ്ടത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ എന്താ പറയുക ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ വളരെ പ്രമുഖരായ മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പത്രങ്ങളിലൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് റൂബിയോയുടെ സന്ദർശനത്തിനുള്ളിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ മാർക്ക് റൂബിയോയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.